ടു മൈ ചാനൽ. നമുക്കിന്നപ്പോൾ ഒരു വിൻ്റർ മേക്കപ്പ് ലുക്ക് ആയാലോ. ഈ കാറ്റുകാലൊക്കെ ആയിട്ട് ഭയങ്കര ഡ്രൈ ആൻഡ് ഡള്ളായിരിക്കുമല്ലോ നമ്മുടെ സ്കിൻ. അപ്പോൾ അതിന് പറ്റിയൊരു മോയ്സ്ചറൈസിങ് ഡ്യൂയി മേക്കപ്പ് ലുക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഓൾറെഡി ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ യൂസ് ചെയ്ത് നന്നായി ഫേസ് ക്ലെൻസ് ചെയ്തു. അതിനുശേഷം ടോണി മോളിയുടെ ഐ എം അലോ എന്നുള്ളൊരു അലോവേര ഷീറ്റ് മാസ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു എക്സ്ട്രാ ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ്. കാരണം എത്രത്തോളം മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മോയ്സ്ചറൈസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ അതൊരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് വളരെ ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ന്യൂട്രിഡർമിൻ്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ മേക്കപ്പ് ലുക്ക് ത്രൂ ഔട്ട് മോയ്സ്ചറൈസ്ഡ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആൻഡ് പ്ലംപി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ന്യൂട്രിഡർമിൻ്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ സ്മാഷ് ബോക്സിൻ്റെ ഫോട്ടോ ഫിനിഷ് പ്രൈമറൈസറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പേര് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതൊരു മോയ്സ്ചറൈസിങ് പ്രൈമറാണെന്ന്. ഫൗണ്ടേഷനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ക്ലിനിക്കിൻ്റെ ഈവൻ ബെറ്റർ സെറം ഫൗണ്ടേഷനാണ്. ഇതൊരു ന്യൂലി ലോഞ്ച് ഫൗണ്ടേഷനാണ്. ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ഫൗണ്ടേഷനാണിത്. പ്രത്യേകിച്ച് ഈ ഒരു വിൻ്റർ കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫൗണ്ടേഷനാണ് ക്ലിനിക്കിൻ്റെ ഈ സെറം ഫൗണ്ടേഷൻ. നെക്സ്റ്റ് ഞാൻ മാക്കിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് മാൻഡേറ്ററി അല്ല, പക്ഷേ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. കണ്ണിൻ്റെ താഴെയും അതുപോലെ ഫോർഹെഡിലും ആൻഡ് ചീക്സിൽ വളരെ കുറച്ചായിട്ട് ഡാബ് ചെയ്യുക. കാരണം കോമ്പാക്റ്റ് വല്ലാണ്ട് യൂസ് ചെയ്താൽ സ്കിൻ ഡ്രൈ ആവും. സോ വളരെ കുറച്ച് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഡോട്ടർ എർത്തിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് എടുത്തിരിക്കുന്നത്. കാരണം പൗഡർ ഫിനിഷുള്ള ബ്ലഷ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇതാകുമ്പോൾ കുറച്ചൊരു ക്രീമി ടെക്സ്ചറാണല്ലോ, അപ്പോൾ അത്രയും മോയ്സ്ചറൈസിങ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. അടുത്തത് ബെനിഫിറ്റിൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ 2 ഐബ്രോസും ഫില്ല് ചെയ്യാം. സ്മാഷ് ബോക്സിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലൊരു പീച്ച് പിങ്ക് കണ്ടിട്ടോൺ വരുന്നൊരു ഷെയ്ഡ് വളരെ കുറച്ച് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. മുഖത്തൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൈലൈറ്റർ ഇപ്പോൾ താഴെ വീണ് പൊട്ടിയുള്ളൂ. ഞാൻ മെവ്ലിൻ്റെ ഹൈലൈറ്റർ വെച്ചിട്ട് എൻ്റെ ഐബ്രോസിൻ്റെ താഴെയും അതുപോലെ തന്നെ നോസ് ബ്രിഡ്ജിൻ്റെ അവിടെയാണ് കൊടുക്കുന്നത്. ചീക്സിലൊന്നും കൊടുക്കുന്നില്ല, കാരണം പൗഡർ അധികം യൂസ് ചെയ്യേണ്ട, പൗഡർ ഫിനിഷ് ഉള്ളത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ്. സോ നോസിലും ഐബ്രോസിൻ്റെ താഴെയും. പിന്നെ ഞാൻ ഇടയ്ക്കാണ് ഓർത്തത്, ഞാൻ എന്നാൽ കൊടുത്ത ഐ ഷാഡോ ഷെയ്ഡ് കൊണ്ട് എൻ്റെ കണ്ണിൻ്റെ താഴെയും കൂടി ഒന്ന് ലൈൻ ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. സോ അതാണ് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് അത് ചെയ്തത്. സെറ്റായി. ഇനി ഞാൻ പ്ലമ്മിൻ്റെ കാജൽ യൂസ് ചെയ്ത് ജസ്റ്റ് എഡ്ജസ് മാത്രം ഞാനൊന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മുകളിലെ വാട്ടർ ലൈനിൻ്റെയും ആ ഒരു എഡ്ജ് ഭാഗം മാത്രം ഒന്ന് കാജൽ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ക്ലിനിക്കിൻ്റെ ഐ ലൈനിങ് പെൻ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എഡ്ജസിൽ മാത്രം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. മസ്കാരയായിട്ട് മെബ്ലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാര ഈസി വാഷാണ് എടുത്തിരിക്കുന്നത്. കാരണം ലോങ് ലാസ്റ്റിംഗ് ആവുന്നതോറും അത് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ റിമൂവർ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊന്നും ഒരു ഡ്രൈനെസ് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഈസി വാഷ് മസ്കാര എടുത്തിരിക്കുന്നത്. ആൻഡ് ദി ഫൈനൽ സ്റ്റെപ്പ് ബോബി ബ്രൗണിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലിക്വിഡാണ് ബട്ട് മോയ്സ്ചറൈസിങ് ആണ്. നമുക്ക് ആ ഒരു ഡ്രൈ ആൻഡ് ചാപ്പി ലിപ്സ് ഒരിക്കലും വിൻ്റർ സീസണിൽ ആഗ്രഹിക്കുന്നില്ല. സോ ഒരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഗ്ലോസി ആയിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചറുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു പൊടിക്ക് നേരത്തെ ഹൈലൈറ്റർ എടുത്ത് ഞാനൊന്ന് ലിപ്പ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഈ മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്യൂയി ഫിനിഷ് ഫിക്സറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്മാഷ് ബോക്സിൻ്റെ ഫോട്ടോ ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ വെയ്റ്റ്ലെസ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു മാറ്റ് ഫിനിഷ് അല്ല, ഒരു ഡ്യൂയി ഫിനിഷ് തരും. ഇത് നമ്മളിതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മോയ്സ്ചറൈസിങ് ഡ്യൂയി മേക്കപ്പിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയാം. സോ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ, ബൈ.